has the foundation in the gift of tongues. എല്ലാ വരങ്ങളും ഭാഷാവരത്തിൽ അന്തർലീനമായിരിക്കുന്നു. The prophetic tongues, പ്രവചനത്തിന്റെ വരങ്ങൾ, the prophetic gifts, the word of knowledge, the word of wisdom, everything is connected to the gift of tongues. ഇവയെല്ലാം അന്യഭാഷാ ഭാഷണത്തിൽ ആയി ബന്ധപ്പെട്ടിരിക്കുന്നു. I believe God has released to the church the best gift. ഞാൻ വിശ്വസിക്കുന്നത് ദൈവം ആദ്യം തന്നത് തന്നെ ഏറ്റവും മേത്തരമായതാണ്. But we are looking at the people who's got the gift of prophecy. പക്ഷെ നമ്മൾ പലപ്പോഴും നോക്കുന്നത് പ്രവചനം ലഭിച്ചിരിക്കുന്ന ഒരാളിലോട്ട്. We are looking at the person who's got the gift of working of miracles. അല്ലെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ആളിലേക്ക് നമ്മൾ നോക്കുന്നു. Not realizing that this person has also received the gift of tongues first. പക്ഷെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യം, ആ വ്യക്തിക്കും ആദ്യം ലഭിച്ചത് അന്യഭാഷാ വരമാണ്. And they worked on the gift. അവർ അതിനും അപ്പുറത്തേക്ക് അവർ പോയി. And they sat with God. അവർ ദൈവത്തോടു കൂടി ഇരുന്നു, exercised it. അത് പ്രവർത്തിച്ചു. We are going from meeting to meeting. നമ്മൾ ഒരു മീറ്റിംഗിൽ നിന്ന് അടുത്ത മീറ്റിംഗിലേക്ക് പോകുന്നു, ചിന്തിക്കുന്നു the man of God will lay hands. നമ്മൾ ചിന്തിക്കുന്നു മനുഷ്യൻ നമ്മുടെ തലയിൽ കൈവെക്കുമെന്ന്. God will visit me in that meeting. അപ്പോൾ ദൈവം സന്ദർശിക്കുമെന്ന്. Ignoring the gift of God that is in you. ആ സമയത്തൊക്കെ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വരങ്ങളെ നമ്മൾ മറക്കുന്നു. Paul said to Timothy, പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു, do not ignore the gift of God that is in you. ദൈവത്തിന്റെ വരം നിന്നിലുള്ളത് നീ മറക്കരുത്. He was not talking about a gift. ഒരു വരത്തെ കുറിച്ചല്ല പറഞ്ഞത്, talking about the gift. ആ വരത്തെ കുറിച്ചാണ് പറഞ്ഞത്. The gift is the Holy Spirit. അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. How many of you have received the Holy Spirit? നിങ്ങൾ എത്ര പേർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ട്? How many of you have received the Holy Spirit? Come on, don't sleep on me. നിങ്ങളുടെ കൈ ഉയർത്തുക. How many of you have received the Holy Spirit? നിങ്ങൾ എത്ര പേർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? Can I see your both hands? നിങ്ങളുടെ രണ്ട് കൈ ഞാൻ കാണട്ടെ. Okay. Hallelujah. 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 Now tomorrow I will introduce you to two different ministry of the Holy Spirit. നാളെ ഞാൻ രണ്ട് രീതിയിലുള്ള പരിശുദ്ധാത്മാവിന്റെ മിനിസ്ട്രികളെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. The Holy Spirit in you and upon you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ പുറത്ത്. But for today, ഇന്ന് that gift of tongues. ഇന്ന് അന്യഭാഷയുടെ വരങ്ങൾ. Can we go to Jude verse 20? യൂദ 20ലേക്ക് പോവാം. 1:20. Hallelujah. Hallelujah. Jude verse 20. യൂദ 20. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധനം വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും മതി. അത്രയും മതി, നമുക്ക് വേണ്ടിയ ഭാഗം കിട്ടി. അതായത് the Bible says praying in the Holy Ghost, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും, building up yourself, നിങ്ങളെ തന്നെ ആത്മീയ വർധന വരുത്തിയും. the Bible says ദൈവവചനം പറയുന്നു, you can build yourself up നിങ്ങളെ തന്നെ ആത്മീയ വർധന വരുത്താൻ സാധിക്കുമെന്ന് by പറയും. praying in the Holy Ghost. അതെങ്ങനെ സാധിക്കും? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട്. Is it talking about putting on more weight? അവൻ ഇവിടെ പറയുന്നത് കൂടുതൽ വെയിറ്റ് ഉണ്ടാക്കാനാണോ? Or is it talking about building your muscle? നിങ്ങളുടെ മസിലിനെ വലുതാക്കാനാണോ പറയുന്നത്? The Bible is talking about building your inner man. നിങ്ങളുടെ ഉള്ളിലുള്ള അന്തർലീനമായ മനുഷ്യനെ വളർത്തുന്ന കാര്യമാണ് ഇവിടെ There പറയുന്നത്. is somebody inside you. നിങ്ങളുടെ ഉള്ളിൽ ഒരു വ്യക്തിയുണ്ട്. It is called the human spirit. നിങ്ങളുടെ ആത്മാവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. And this spirit, ഈ ആത്മാവ് is regenerated. ഇത് വീണ്ടും ജന്മം പ്രാപിച്ചതാണ്. And it obeys God. അത് ദൈവത്തെ അനുസരിക്കുന്നു. It knows God. അതിന് ദൈവത്തെ അറിയാം. But it is born. It is just born. അത് പക്ഷെ ഇപ്പൊ ജനിച്ചതേ ഉള്ളൂ. But Bible says, എന്നാൽ ദൈവവചനം പറയുന്നു, this human spirit, ഈ മനുഷ്യന്റെ ആത്മാവ്, this inner man, ഈ ഉള്ളിലുള്ള ഈ മനുഷ്യാത്മാവ് must be fed. അതിന് ഭക്ഷണം ലഭിക്കണം. Must be edified. അതിന് വർധനവ് വേണം. Must be built up. അതിന് ശക്തി പ്രാപിച്ച് അത് വലുതാവണം. Must be exercised. അതിന് ശാരീരിക വ്യായാമം, അതിന് ആത്മീയ വ്യായാമം ലഭിക്കണം. Must be put on. അതിന് പ്രാപിക്കണം. These are the words that the Bible has used about the inner man. ദൈവവചനം ഇങ്ങനെയാണ് ഈ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. So there is a need to tend to the spirit man inside you. അപ്പോൾ ആത്മീയ മനുഷ്യൻ, നിങ്ങളിലുള്ള ആത്മീയ മനുഷ്യന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. Because unless you feed the spirit man, എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ആത്മീയ മനുഷ്യനെ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ, even though you are a believer, നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ പോലും, you may be feeding your soul,
നിങ്ങൾ നിങ്ങളുടെ ദേഹിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ and you may be feeding your flesh. നിങ്ങളുടെ ശരീരത്തിനെ ആയിരിക്കും നിങ്ങൾ But God wants you to feed your spirit. പക്ഷെ നിങ്ങളുടെ ആത്മാവിനെ തന്നെ പരിപോഷിപ്പിക്കാൻ But the Bible says, ദൈവവചനം പറയുന്നു, your question is how? എങ്ങനെയെന്ന് നിങ്ങൾ ചോദിക്കുക. The Bible says, ദൈവവചനം പറയുന്നു, when you will pray in the Holy Spirit. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, how do you pray in spirit? പരിശുദ്ധാത്മാവിൽ എങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കും? Praying in tongues. അന്യഭാഷയിൽ He is പ്രാർത്ഥിക്കുന്നു. praying in Holy Spirit. അതാണ് പരിശുദ്ധാത്മാവിൽ So പ്രാർത്ഥിക്കുന്നത്. when you pray in tongues, അപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ, the Bible says, ദൈവവചനം പറയുന്നു, you are building yourself up. നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾ ആത്മീയവർദ്ധന വരുത്തുകയാണ്. Building yourself നിങ്ങളെ ആത്മീയവർദ്ധന വരുത്തുകയാണ്. on your faith. നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ വർദ്ധിപ്പിക്കുക. When faith develops, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ what happens? എന്ത് സംഭവിക്കുന്നു? I am teaching you how this works. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. The Bible says on your most holy faith. ദൈവവചനം പറയുന്നത് നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസം. So when your inner man gets built, നിങ്ങളുടെ ആത്മീയ മനുഷ്യൻ വർദ്ധനവ് പ്രാപിക്കുമ്പോൾ, your faith gets boosted. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നു. When your faith gets boosted, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ, Jesus said, യേശു പറഞ്ഞു, you can move mountains. നിങ്ങൾക്ക് മലകളെ മാറ്റുവാൻ സാധിക്കും. Mark 11:22-24 says, മാർക്കോസ് if you have faith 22:23 പറയുന്നു, about faith, നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് അവിടെ പറയുന്നു. and it talks about mountain moving faith. മലകളെ മാറ്റുന്ന വിശ്വാസത്തെ കുറിച്ച് So പറയുന്നു. what you need is faith. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വിശ്വാസമാണ്. Romans 10:7 says, റോമർ 10:7 പറയുന്നു, faith comes by hearing, വിശ്വാസം കേൾവിയാലും and hearing by the word of God. കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. So because faith comes by hearing, അപ്പോൾ വിശ്വാസം കേൾവിയാൽ വരുന്നതുകൊണ്ട് what happens when you speak in tongues? നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? Let's get into that. നമ്മൾക്ക് അതിലേക്ക് കയറാം. 1 Corinthians 1 കൊരിന്ത്യർ 14:2. 14:2. Now the Bible talked about diverse kinds of tongues. പല രീതിയിലുള്ള അന്യഭാഷാപരത്തെ കുറിച്ച് ദൈവവചനം പറയുന്നുണ്ട്. The first I want to teach you is ആദ്യമായി പഠിപ്പിക്കാനുള്ളത് unknown tongues. നമ്മൾ അറിയാത്ത ഭാഷകളെ കുറിച്ചാണ്. See, many of you have not received tongues yet ചിലർക്ക് അന്യഭാഷാപരം ലഭിച്ചിട്ടില്ല. because you don't know what the Bible talks the truth about tongues. പലപ്പോഴും അത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് ദൈവവചനം എന്താണ് ഇതിനെ കുറിച്ച് പറഞ്ഞതെന്ന് അറിയുന്നില്ല. And because of that, faith has not been released to you. അതുകൊണ്ട് തന്നെ വിശ്വാസം നിങ്ങളിലേക്ക് വർദ്ധിച്ചിട്ടില്ല. To release faith to speak in tongues. ഈ അന്യഭാഷയിൽ സംസാരിക്കാനുള്ള വിശ്വാസം നിങ്ങളിൽ വർദ്ധിച്ചിട്ടില്ല. There is something called unknown tongues. അറിയാത്ത ഭാഷകൾ എന്നുള്ള ഒരു ഭാഗമുണ്ട്. Okay, I will start with 1 Corinthians 14:2. ഈ ഭാഗത്തിൽ നിന്ന് തുടങ്ങാം. It says, for he that speaketh in an unknown tongue അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ speaketh not unto men, മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, but unto God. ദൈവത്തോടത്രേ സംസാരിക്കുന്നു. For no man ആരും തിരിച്ചറിയുന്നില്ലല്ലോ, understandeth him. ആരും തിരിച്ചറിയുന്നില്ല. Howbeit in the spirit he speaketh mysteries. എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. Now I want to make two things. രണ്ട് കാര്യങ്ങൾ. He says speaketh in an unknown tongue. ഇവിടെ പറയുന്നു അറിയാത്ത ഒരു ഭാഷയിൽ സംസാരിക്കുന്നു. There is something in the Bible that calls unknown tongue. അറിയാത്ത ഭാഷ എന്നുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ട്. And he says, അവിടുന്ന് പറയുന്നു, if you speak in an unknown tongue, അറിയാത്ത ഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ no man understands him. ഒരു മനുഷ്യനും മനസ്സിലാക്കുന്നില്ല. Some people say, ചിലർ പറയുന്നു, in the day of Pentecost, പെന്തക്കോസ്ത് ദിവസത്തിൽ 120 people spoke. 120 പേർ സംസാരിച്ചു. Everybody understood. എല്ലാവർക്കും മനസ്സിലായി. So you people are speaking crap. അപ്പൊ നിങ്ങൾ സംസാരിക്കുന്നത് അതുപോലെ അല്ല. You are not speaking tongues. That is not original tongues. നിങ്ങൾ യഥാർത്ഥ അന്യഭാഷയിലല്ല സംസാരിക്കുന്നത്. Original tongues only apostles had. ആദ്യമായുള്ള ഒറിജിനൽ ആയിട്ടുള്ള യഥാർത്ഥ അന്യഭാഷ അപ്പോസ്തലന്മാർക്ക് മാത്രമേ I got news for you. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, The Bible says, ദൈവവചനം പറയുന്നു, there is an unknown tongue മനുഷ്യർക്ക് മനസ്സിലാവാത്തൊരു ഭാഷയുണ്ട്, which no man understands. ഒരു മനുഷ്യനും മനസ്സിലാക്കാത്ത ഭാഷയുണ്ട്. Because no man understands, ഒരു മനുഷ്യനും മനസ്സിലാക്കാത്തത് കൊണ്ട് nobody understands. ആർക്കും മനസ്സിലാവുന്നില്ല. Because only God understands. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന് മാത്രമേ അത് മനസ്സിലാകൂ. Because this is a language. എന്തുകൊണ്ടെന്നാൽ ഈ ഭാഷ It's a prayer language. ഇതൊരു പ്രാർത്ഥനാ ഭാഷയാണ്. Unknown tongues അറിയാത്ത ഭാഷകൾ is a prayer language. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ളതാണ്. And nobody needs to understand. അത് ആർക്കും മനസ്സിലാവേണ്ട കാര്യമില്ല. The angels of God need not understand. അത്
ദൂതന്മാർക്ക് പോലും മനസ്സിലാവണ്ട, your sister and brother need not understand, നിങ്ങളുടെ സഹോദരനും സഹോദരിക്കും മനസ്സിലാവണ്ട. but the Bible says God will understand. എന്നാൽ ദൈവവചനം പറയുന്നു ദൈവത്തിന് മനസ്സിലാകും. Because anytime you start speaking in an unknown tongue, എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അറിയാത്ത ഭാഷകളിൽ ഏത് സമയത്ത് സംസാരിക്കുമ്പോഴും we just think about it, nobody understands, ആർക്കും അത് മനസ്സിലാക്കുന്നില്ല. only God understands. ദൈവം മാത്രം അത് മനസ്സിലാക്കുന്നു. So do you think God will not listen to your prayer? അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ദൈവം നിങ്ങളുടെ അന്യഭാഷയിലുള്ള പ്രാർത്ഥന കേൾക്കുന്നില്ലെന്ന്? Will not God hear you? ദൈവം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കില്ലേ? God has put this in you, അത് നിങ്ങളിൽ ദൈവം തന്നെയാണ് നിക്ഷേപിച്ചത്. and God knows nobody else will understand. ദൈവത്തിനും അറിയാം മറ്റാർക്കും ഇത് മനസ്സിലാകില്ലെന്ന്. Only God will understand. അവന് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. So it means that when you speak in tongues, അതുകൊണ്ടെന്നാൽ നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ, even if you believe it or not, നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും God will listen to you, ദൈവം നിങ്ങൾ പറയുന്നത് കേൾക്കും. because God has put it so that only He will understand. എന്തുകൊണ്ടെന്നാൽ ദൈവം അത് നിങ്ങളിൽ അത് നിക്ഷേപിച്ചത് തന്നെ അവന് മാത്രം മനസ്സിലാകും. Maybe you cannot speak to the Prime Minister of India, ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് സംസാരിക്കാൻ സാധിക്കില്ലായിരിക്കാം, but you can speak to the Creator of the universe. പക്ഷെ ഈ ഭൂലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ഈ ദൈവത്തോട് നിങ്ങൾക്ക് No matter what He is doing, അവൻ എന്ത് ചെയ്താലും, the minute you start speaking in tongues, നിങ്ങൾ ഏത് നിമിഷത്തിൽ അന്യഭാഷകളിൽ സംസാരിക്കുന്നു, His ears are tuned to you. അവന്റെ ചെവി നിങ്ങളിലേക്ക് തിരിയുന്നു. Even though you don't know what you are speaking, നിങ്ങൾ എന്ത് സംസാരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലെങ്കിലും but the Holy Spirit പരിശുദ്ധാത്മാവ് has given the words ആ വാക്കുകൾ നിങ്ങൾക്ക് തന്നു for you to speak, നിങ്ങൾക്ക് ദൈവത്തോട് so സംസാരിക്കാം. that you would pray a perfect prayer to God. എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ഏറ്റവും ഉദാത്തമായ പ്രാർത്ഥന A പ്രാർത്ഥിക്കുവാൻ, prayer that is acceptable to God. ദൈവത്തിന് സ്വീകാര്യമായ ഒരു പ്രാർത്ഥനയ്ക്ക് A വേണ്ടിയാണ്. prayer that God will listen. ദൈവം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു Don't പ്രാർത്ഥന. take tongues lightly. അത് നിങ്ങൾ നിസ്സാരമായി കാണരുത്, Take it very seriously. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. So the Bible talks about diverse kinds of tongues. അപ്പോൾ ദൈവവചനം അനേകവിധ ഭാഷകളെ കുറിച്ച് സംസാരിക്കുന്നു. And the first is unknown tongue. ഒന്നാമത്തേത് മനസ്സിലാകാത്ത ഭാഷകളാണ്. If you bought book and pen, I want you to make notes. നിങ്ങൾക്ക് പുസ്തകവും പേനയും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് നോട്ട്സ് എഴുതുക. Because tomorrow when you go home, somebody is going to ask you. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് ഇത് I want ചോദിക്കും. you to explain to them. നിങ്ങൾ അവരോട് ഇത് വിവരിച്ചു കൊടുക്കും. This is a class, so I encourage you to take notes. ഇതൊരു ക്ലാസ് ആണ്, അതുകൊണ്ട് നിങ്ങൾ നോട്ട്സ് എടുക്കാൻ ഞാൻ എൻകറേജ് ചെയ്യുന്നു. And I want you to learn it when you go home. നിങ്ങൾ ഇത് പഠിക്കണം. It's not like regular meetings. ഇത് സാധാരണ ഒരു മീറ്റിംഗ് പോലെയല്ല, നിങ്ങൾ വീട്ടിൽ പോയി ഇത് So there പഠിക്കണം. is unknown tongues, അപ്പോൾ മനസ്സിലാവാത്ത ഭാഷകളുണ്ട്. and that is for personal edification. ഇത് വ്യക്തിപരമായ ദൈവികമായുള്ള ആത്മീയവർദ്ധനയ്ക്ക് വേണ്ടിയാണ്. How do you know? അതെങ്ങനെ അറിയാം? 14:4. 14:4. 1 Corinthians 14:4. 14:4. The chapter on 1 Corinthians 14, Paul is comparing prophecy and tongues. പ്രവചനത്തെക്കുറിച്ചും അന്യഭാഷാ വരത്തെക്കുറിച്ചുമാണ് താൻ രണ്ടും കൂടെ ഒരുമിച്ച് തുലനം ചെയ്ത് പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണിത്. There has been a lot of issue in the church of Corinth. കൊരിന്ത്യ സഭയിൽ ഇതിനെക്കുറിച്ച് പല വിഷയങ്ങളുണ്ടായിരുന്നു. And he's been addressing these subjects. ആ വിഷയങ്ങളാണ് താൻ നോക്കിയത്. I don't have time today to teach you 14th chapter. ഇത് മുഴുവനായി പഠിപ്പിക്കാൻ ഇന്ന് സമയമില്ല. I'm just going to take the part of tongues today. ഈ അന്യഭാഷാ ഭാഷണത്തെക്കുറിച്ചുള്ള ഭാഗം മാത്രം നോക്കാം. And I'm going to teach you that. ആ ഭാഗം മാത്രം. It says, he that speaketh in an unknown tongue അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ edifieth himself. തനിക്ക് താൻ ആത്മീയവർദ്ധന So വരുത്തുന്നു. the Bible says, ദൈവവചനം പറയുന്നു, when you speak in tongues, നിങ്ങൾ അന്യഭാഷയിൽ you സംസാരിക്കുമ്പോൾ edify yourself, നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ആത്മീയവർദ്ധന വരുത്തുന്നു. building up your inner man. നിങ്ങളുടെ അന്തർലീനമായ മനുഷ്യനെ, ആത്മീയ മനുഷ്യനെ നിങ്ങൾ വലുതാക്കുന്നു. So if your spirit is not strong enough, അപ്പോൾ നിങ്ങളുടെ ആത്മീയ മനുഷ്യൻ ശക്തിയുള്ളവനല്ലെങ്കിൽ you need to strengthen it. അവനെ ശക്തിയുള്ളവൻ നിങ്ങൾ ആക്കണം. Hallelujah. ഹല്ലേലൂയ. The second is the tongues of interpretation. രണ്ടാമത്തേത് വിവേചനത്തിന്റെ വരമാണ്. The tongues of interpretation is used for public ministry. അതായത് ഇത് പബ്ലിക് ആൾക്കാരുടെ ഇടയിലുള്ള മിനിസ്ട്രിക്ക് വേണ്ടി ആണ് ഉപയോഗിക്കുന്നത്. The Bible talks about the interpretation of tongues equivalent to prophecy. അതായത് പ്രവചനത്തിന് തുലനം ചെയ്താണ് ദൈവം ഇതിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. So if somebody can speak in tongues, അപ്പോൾ ഒരാൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ, in an unknown tongue, അറിയാത്ത ഭാഷയിൽ സംസാരിക്കുമ്പോൾ, and somebody else can interpret it, ഇതിനെ വിവേചിച്ച് കൊടുക്കുവാൻ, it's called prophecy. അതാണ് പ്രവചനപരം. What is prophecy? പ്രവചനപരം എന്നാൽ എന്ത്? Every inspired word of God
ദൈവത്താൽ ഉദ്യോഗിപ്പിച്ച ഓരോ വചനം, every word that is inspired from the Spirit of God, പരിശുദ്ധാത്മാവിൽ തന്നെ തന്നിരിക്കുന്ന ഓരോ വാക്കുകളും, that is prophecy. അതാണ് പ്രവചനം. If the Spirit of God has given you a word, പരിശുദ്ധാത്മ നിങ്ങൾക്ക് ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ, He has given you a sentence, ഒരു സെന്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ, it can be for upliftment, അത് ചിലരെ it ഉദ്യോഗിപ്പിക്കാനായിരിക്കും, can be for encouragement. ചിലരെ എൻകറേജ് ചെയ്യാനായിരിക്കാം. That is prophecy. അത് പ്രവചനമാണ്. You know, it is not only about the future. അത് ഭാവിയെ കുറിച്ച് മാത്രമല്ല. You know, we've got this thing about prophecy, thinking that prophecy is about speaking about the പലപ്പോഴും future. നമ്മൾ വിചാരിക്കും ഭാവിയെ കുറിച്ച് മാത്രമാണിതെന്ന്. But any inspired word of God, പക്ഷെ ദൈവാത്മാവിനാൽ ഉദ്ദേശിക്കപ്പെട്ട ഏത് വാക്കും, every word God has spoken, ദൈവം തന്നെ സംസാരിച്ച ഓരോ വാക്കും അത് പ്രവചനമാണ്. I will talk to you about prophecy some other ഞാൻ day. അതിനെ കുറിച്ച് വേറെ ദിവസം സംസാരിക്കാം. So because the gift of tongues has come from the Spirit of God, അന്യഭാഷാ വരം ആത്മാവിൽ നിന്ന് വരുന്നതുകൊണ്ട്, and if somebody can interpret it in a known language, മറ്റൊരാൾക്ക് അതിനെ വിവേചിച്ചു തരാമെങ്കിൽ, because it's an inspired word of God, അത് ദൈവത്തിൽ നിന്നുള്ള ഒരു വാക്കായതുകൊണ്ട്, Paul says it's equivalent to prophecy. പൗലോസ് പറയുന്ന അത് പ്രവചനത്തിന് തന്നെ തുലനപ്പെട്ടതാണ്. I want you to go and study 1 Corinthians 14 today. 1 കൊരിന്ത്യർ 14 അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി പഠിക്കണം. Then you will understand what Paul is saying. പൗലോസ് എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Diverse kinds of tongues. പല രീതിയിലുള്ള ഭാഷാവരങ്ങൾ. The third, മൂന്നാമത്, groaning in the spirit. ആത്മാവിലുള്ള ഞരക്കം. Romans 8:26 talks about groaning in the tongues. റോമർ 8 ആത്മാവിലുള്ള ഞരക്കത്തെ കുറിച്ച് He സംസാരിക്കും. says when you cannot have words, you don't have words, നിങ്ങൾക്ക് വാക്കുകളില്ലാത്തപ്പോൾ, when you don't know what to pray for, എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയാതിരിക്കുമ്പോൾ, what do you do? നിങ്ങൾ എന്ത് ചെയ്യും? God has put the tongues in you. പരിശുദ്ധാത്മാവ്, ദൈവം നിങ്ങൾ ഈ അന്യഭാഷകളെ ഇട്ടിരിക്കുന്നു. This is a different tongue. ഇത് മറ്റൊരു വ്യത്യസ്തമായ വരങ്ങളാണ്. This is not an unknown tongue. ഇത് അറിയാത്ത ഭാഷാവരമല്ല. This is not tongues of interpretation. ഇത് വിവേചനത്തിന്റെ അന്യഭാഷയുടെ വരമല്ല. Groaning in the spirit. ഇത് ആത്മാവിലുള്ള ഞരക്കമാണ്. The Bible says ദൈവവചനം പറയുന്നു, there are no words, ഇതിന് വാക്കുകളില്ല, but you are groaning in the spirit, നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ ഞരങ്ങുകയാണ്. and you are making a request and supplication to God. നിങ്ങൾ ദൈവത്തോടുള്ള നിങ്ങളുടെ റിക്വസ്റ്റുകൾ ഉണ്ടാക്കിയാണ്. It could be about a problem that even you don't know. നിങ്ങൾ പോലും അറിയാത്തൊരു വിഷയത്തെ കുറിച്ചായിരിക്കാം. It usually happens when you are interceding for somebody. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് നിങ്ങൾ ഒരാൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുമ്പോഴാണ്. When you pray for somebody, മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ ഒരു പ്രാർത്ഥിക്കുമ്പോൾ, you don't even know he is in a danger. അതേ ഒരു വിഷയത്തിലാണെന്ന് പോലും നിങ്ങൾ അറിയുന്നില്ല. But the Spirit of God sees you പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കാണുന്നു as a good vessel നിങ്ങൾ ദൈവത്തിന് വേണ്ടിയുള്ള മാനപാത്രമായി. pray for your brother who ആ is troubled. വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള, He wakes you up in your sleep അവൻ നിങ്ങളെ നിങ്ങളുടെ ഉറക്കത്തിൽ എഴുന്നേൽപ്പിക്കുന്നു, and says pray, പ്രാർത്ഥിക്കുവാൻ പറയും. and you don't know what to pray. നിങ്ങൾക്ക് എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയില്ല. But the Spirit of God starts moving you. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നു. You start crying out to him. നിങ്ങൾ കരയാൻ തുടങ്ങുന്നു. You start groaning in the spirit. നിങ്ങൾ ആത്മാവിൽ ഞരങ്ങുന്നു. And you start interceding for somebody. നിങ്ങൾ അവന് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നു. And you cry out to God. നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുന്നു. And the Spirit of God needs somebody to intercede for somebody. പരിശുദ്ധാത്മാവിന് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ കഴിക്കാൻ ഒരാളെ ആവശ്യമുണ്ട്. The word of God says he does not do anything on the earth unless he speaks to his prophets. ദൈവവചനം പറയുന്നു, അവൻ ഈ ഭൂമിയിൽ തന്റെ ദാസന്മാരോട് സംസാരിക്കാതെ ഒന്നും ചെയ്യുകയില്ല എന്ന്. So he speaks to us. അപ്പോൾ അവിടുന്ന് നമ്മളോട് സംസാരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Then the fourth one is a gift, the tongues നാലാമത്തെ as a sign. മറ്റുള്ളവർക്ക് ഒരു അടയാളമായിട്ട് എന്ന് നമ്മൾ കാണും. The gift of tongues as a sign. മറ്റുള്ളവർക്ക് അടയാളമായി അന്യഭാഷാപരം എന്ന് കാണും. 1 Corinthians 14:22 1 കൊരിന്ത്യർ 14:22 talks about this. ഇതിനെക്കുറിച്ച് പറയുന്നു. Paul says that there is a tongues that is for a sign to unbelievers. അവിശ്വാസികൾക്ക് വേണ്ടിയുള്ള ഒരു അടയാളമായി പറയുന്നു. So where we see this in the Bible, ഇത് ദൈവവചനത്തിൽ എവിടെ നമ്മൾ കാണുന്നു? is in Acts 2 അപ്പോസ്തലപ്രവൃത്തി 2 കാണുന്നു. from 4 to 12. ഈ ഭാഗങ്ങളിൽ കാണുന്നു. See, this is the topic that has made the most problem for believers. പലപ്പോഴും വിശ്വാസികൾക്ക് ഏറ്റവും പ്രശ്നമുള്ള വിഷയം ഇത് തന്നെ. The day of Pentecost, പെന്തക്കോസ്ത് ദിവസത്തിൽ people spoke in tongues. അവർ അന്യഭാഷയിൽ സംസാരിച്ചു. Everybody understood. എല്ലാവർക്കും മനസ്സിലായി. You people are not speaking in tongues. പക്ഷെ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. I want you to read this. നിങ്ങൾ ഈ ഭാഗം വായിക്കണം. The Bible says, ബൈബിൾ പറയുന്നു, and they were all filled with the Holy Ghost and began to speak with other tongues പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ സംസാരിച്ചു. as the Spirit gave them utterance. അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. And it says, and they were dwelling at Jerusalem, Jews, devout men, and it talks about many different people who had come to
Jerusalem to pray. സകല ജാതികളിൽ നിന്ന് യെരുശലേമിൽ വന്ന ആൾക്കാരെ കുറിച്ച് അവിടെ പറയുന്നു. And people were from different countries. പല ജാതികളിൽ നിന്ന്, പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ. And they said, അവർ പറഞ്ഞു in verse 6, ആറാമത്തെ വാക്യത്തിൽ, and now when this was noised abroad, the multitude came together and were confounded, ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി, because that every man heard them speak in his own language. ഓരോരുത്തൻ താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. I want you to read that again. ഇതൊന്നുകൂടെ നിങ്ങൾ വായിക്കുക. They were confounded, അവർ എന്തുകൊണ്ടാണ് അമ്പരന്ന് പോയത്? because they heard them speak. എന്തുകൊണ്ടെന്നാൽ അവർ കേട്ടത്, They heard them speak in their own language. അവരുടെ തന്നെ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടു. And in 8 says, എട്ടാം വാക്യത്തിൽ കാണുന്നു, and how here എങ്ങനെ ഇവിടെ we every man in our own language, ഞങ്ങളുടെ തന്നെ ഭാഷകളിൽ ഇവർ സംസാരിക്കുന്നത് എങ്ങനെ? wherein we were born. ഞങ്ങൾ വന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന്, ജനിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് സംസാരിക്കുന്നത് എങ്ങനെ? Is it written anywhere in the Bible that the apostles and the 120 people spoke in the languages these people knew? ഇവർക്ക് അറിയാവുന്ന ഭാഷകളിലാണ് സംസാരിച്ചതെന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? Read it carefully. ഒന്നുകൂടെ ശ്രദ്ധിച്ചു വായിക്കുക. The Bible says, ദൈവനം പറയുന്നത്, all these people, ഈ പറഞ്ഞ ആളുകളെല്ലാം, about 3,000 people, 3000-ഓളം വ്യക്തികൾ, the Bible said, ദൈവനം പറയുന്നു, they heard, അവർ കേട്ടു, not the apostles spoke. അവർ കേട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്, അപ്പോസ്തലന്മാർ സംസാരിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്. There has been 2 references about the same thing, and the Spirit of God has used the word, and they heard. ഇതേ കാര്യം രണ്ടിടത്ത് പറയുന്നുണ്ട്. രണ്ടിടത്തും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന അവർ കേട്ടു എന്നുള്ളതാണ്. I could speak to you in Arabic, എനിക്ക് നിങ്ങളോട് അറബിയിൽ സംസാരിക്കാം, but you could understand it in Malayalam. പക്ഷെ നിങ്ങൾക്ക് അത് മലയാളത്തിൽ കേൾക്കാൻ സാധിക്കും. That is why അതുകൊണ്ടാണ് there the Spirit of God came upon 3,000 people to convict them. 3000 പേരുടെ മേൽ ദൈവാത്മാവ് വന്നത് അവരെ കർത്താവിലേക്ക് കൊണ്ടുവരാനാണ്. And there was a miracle that happened on the 3,000 people which caused them to be baptized on the same day. അവരിൽ 3000 പേരിൽ ദൈവത്തിന്റെ ഒരു അത്ഭുതമാണ് അവിടെ നടന്നത്. Because the Spirit of God moved over the 3,000, ആ 3000 പേരുടെ മുകളിൽ ദൈവാത്മാവ് പ്രവർത്തിച്ചതുകൊണ്ട് they said, we want to get baptized. അവർ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനി ഞങ്ങൾക്ക് സ്നാനപ്പെടണമെന്ന്. Now, here you go outside നിങ്ങൾ പുറത്തു പോവുക, and you speak in tongues. നിങ്ങൾ അന്യഭാഷയിൽ പറയുന്നു, സംസാരിക്കുന്നു. Will anybody come and get baptized? ആരെങ്കിലും വന്ന് സ്നാനപ്പെടണമെന്ന് പറയൂ? See, we have wrong thinkings. നമ്മൾ പലപ്പോഴും തെറ്റായ ധാരണകളാണ്. Because we've heard it from somebody. ചിലരിൽ നിന്ന് നമ്മൾ കേട്ടു. We go outside, then it is so easy to convert the whole world. അങ്ങനെയാണെങ്കിൽ ഭൂലോകത്തെ മുഴുവൻ നേടാൻ വളരെ എളുപ്പമാണല്ലോ. Just go outside and speak in tongues. വെറുതെ പുറത്തു പോയി അന്യഭാഷയിൽ സംസാരിക്കുക. Sign to the unbeliever. അത് അവിശ്വാസികൾക്കുള്ള ഒരു But they will അടയാളമാണ്. say, അവരെന്ത് പറയും? you are mad. അവർ പറയും നിങ്ങൾക്ക് വട്ടാണ്. Right? അതെ. But they did not say this. പക്ഷെ അങ്ങനെ പറഞ്ഞില്ല. They thought they were drunk. അവർ മത്തരായിരുന്നു എന്ന് അവർ വിശ്വസിച്ചു. But when they heard them, പക്ഷെ അവർ കേട്ടപ്പോൾ, now another reason. വേറൊരു കാരണം, Now if 120 people, 120 പേർ, forget 120, now we have around 40 people here. നമ്മൾ 40 പേരെ ഏകദേശം ഉണ്ട് ഇവിടെ. Now this people, this group, ഈ വ്യക്തികൾ will start speaking in 40 languages. ഇവർ 40 ഭാഷകൾ സംസാരിക്കുമ്പോൾ Imagine. ഒന്ന് ആലോചിക്കുക. Not even 120. 120 അല്ല, 40 ഭാഷകൾ. Okay, forget it. In 20 languages, 20 ഭാഷകളാണെന്ന് ചിന്തിക്കുക. you are going to speak. നിങ്ങൾ സംസാരിക്കുന്നു വിചാരിക്കുക. And there are 100 people here. 100 പേര് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. Do you think anybody will understand you? ആർക്കെങ്കിലും ഈ ബേളത്തിന്റെ ഇടയിൽ എന്തെങ്കിലും മനസ്സിലാവും തോന്നുന്നുണ്ടോ? 40 people 40 പേർ speaking 10 different languages, 10 വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്നു all at the same time, ഒരേ സമയത്ത്, speaking to a larger crowd, ഒരു വലിയ ഒരു ജനക്കൂട്ടത്തോട് and സംസാരിക്കുന്നു. all of them to understand in the language you spoke. നിങ്ങൾ സംസാരിച്ച അതേ ഭാഷ അവർക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുവാൻ, That was not what happened. അതല്ല അവിടെ സംഭവിച്ചത്. What happened was, അവിടെ സംഭവിച്ചത്, the Spirit of God moved over 3,000 people. പരിശുദ്ധാത്മാവ് 3000 പേരുടെ മേൽ പ്രവർത്തിച്ചു. And when they spoke, അവർ സംസാരിച്ചപ്പോൾ the Spirit of God spoke to them പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചു. in the language they understood. അവർക്ക് മനസ്സിലായ ഭാഷയിൽ സംസാരിച്ചു. And they were touched by the Spirit of God. പരിശുദ്ധാത്മാവിന്റെ സ്പർശനം അവർക്കുണ്ടായപ്പോൾ, And they said, we will give up our life for this. അപ്പോൾ അവർ പറഞ്ഞു, ഇതിനു വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിനെ ഞങ്ങൾ See, മാറ്റി. unless the Spirit of God touches you, നിങ്ങൾ മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ടില്ലെങ്കിൽ,
you cannot give your life to Jesus. നിങ്ങളുടെ ജീവിതത്തെ യേശുവിന് വേണ്ടി കൊടുക്കാൻ നിങ്ങൾക്ക് Because സാധിക്കില്ല. these 3,000 were radical for Jesus. ഇവർ 3000 പേർ ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായത്. If you don't have an encounter with Jesus, നിങ്ങൾക്ക് യേശുവുമായ ഒരു മുഖാമുഖ കാഴ്ച വന്നില്ലെങ്കിൽ you cannot give your life for Jesus. നിങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. Just because somebody spoke in tongues ചിലർ അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ട് മാത്രം and you never had an encounter, നിങ്ങൾക്ക് ദൈവമായ ഒരു മുഖാമുഖ അഭിമുഖീകരണം വന്നില്ലെങ്കിൽ you can never stand for this Jesus. നിങ്ങൾക്ക് ഒരിക്കലും യേശുവിന് വേണ്ടി നിൽക്കാൻ സാധിക്കില്ല. Because the first church, എന്തുകൊണ്ടെന്നാൽ ആദ്യത്തെ സഭ they were a persecuted church. അവർക്ക് പീഡനങ്ങൾ ഉണ്ടായ They were സഭയാണ്. stoned, they were killed, they were burned, അവരെ കത്തിച്ചു, അവരെ കൊന്നു, they were tortured. അവരെ പീഡനങ്ങളിൽ ഉണ്ടായി. They cannot go through it അവർക്ക് അതിലൂടെ പോവാൻ സാധിക്കണമെങ്കിൽ on the encounter of somebody. ഒരു മറ്റൊരാളുടെ വ്യക്തിത്വത്തിന്റെ പേരിൽ അവർക്ക് സാധിക്കില്ല. You cannot meet Jesus നിങ്ങൾക്ക് യേശുവിനെ കാണാൻ സാധിക്കില്ല on the encounter of somebody else. മറ്റൊരാളുടെ ഒരു ഇടപെടലിന്റെ പേരിൽ മാത്രം നിങ്ങൾക്ക് Just സാധിക്കില്ല. because I spoke in tongues or gave a prophecy to you, ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചത് കൊണ്ടോ നിങ്ങൾക്ക് ഒരു പ്രവചനം തന്നതുകൊണ്ടോ if you don't have an encounter with നിങ്ങൾക്ക് Jesus, ദൈവമായ മുഖാമുഖമായ ഒരു അവതരണം ദൈവമായി നടന്നില്ലെങ്കിൽ you cannot stand strong. നിങ്ങൾക്ക് ദൈവത്തിന്റെ മുൻപാകെ മനുഷ്യന്റെ ഭൂമിയിൽ നിൽക്കുവാൻ സാധിക്കില്ല. ദൈവത്തിന് You വേണ്ടി cannot go long. നിങ്ങൾക്ക് ദൂരെ പോവാൻ സാധ്യമല്ല. You cannot get far. നിങ്ങൾക്ക് ദൂരെ പോവാൻ സാധിക്കില്ല. Because trials and tribulation will get you down. എന്തുകൊണ്ടെന്നാൽ വിഷയങ്ങൾ നിങ്ങളെ പുറകിലേക്ക് വലിക്കും. Because you don't have an encounter with the living God. നിങ്ങൾക്ക് ദൈവമായ ഒരു മുഖാമുഖ അഭിമുഖീകരണം നടന്നില്ലെങ്കിൽ God does not expect you to live on the encounter of somebody. മറ്റുള്ള ഒരാളുടെ അനുഭവത്തിലൂടെ നിങ്ങൾ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. I want you to pray for an encounter with the living God. നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവമായുള്ള ഒരു മുഖാമുഖ അഭിമുഖീകരണത്തിന് വേണ്ടി. The Spirit of God is moving here പരിശുദ്ധാത്മാവിടെ പ്രവർത്തിക്കുകയാണ്. very strongly. വെരി സ്ട്രോങ് ആയിട്ട് വളരെ ശക്തിയോടുകൂടി പ്രവർത്തിക്കുകയാണ്. And he says, I want you to have an encounter with me. അവൻ പറയുന്നു ദൈവമായി ഒരു അഭിമുഖീകരണം നിങ്ങൾക്ക് വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Let the church rise up സഭ ദൈവത്തിന്റെ മുമ്പിൽ എഴുന്നേൽക്കട്ടെ. and pray for an encounter. ദൈവവുമായിട്ടുള്ള ഒരു അഭിമുഖീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. Lord, I want to go all out for you. ദൈവമേ നിനക്ക് വേണ്ടി പൂർണ്ണമായി മുമ്പോട്ട് പോകാൻ ഞാൻ I ആഗ്രഹിക്കുന്നു. want to move into the next realm with you. അടുത്ത പരിധിയിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. I'm tired of the status quo. കർത്താവേ ഈ അവസ്ഥയിൽ ഞാൻ മനം തണുത്തിരിക്കുകയാണ്. I want to move into the next level. കർത്താവേ അടുത്ത തലത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I've been a believer for so long. ഇത്ര നാളെ ഞാൻ വിശ്വാസിയായി. I've been sitting on chairs for so long. ഞാൻ ഇവിടെ ചെയറുകളിൽ മാത്രം ഇരിക്കുന്നു. I've been listening to messages for so കർത്താവേ long. ഓരോ വാക്കുകൾ ഞാൻ കേട്ടുകൊണ്ടിരുന്ന ഇത്രയും നാളുകൾ. When you say I'm fed up, കർത്താവേ മതി എന്ന് നിങ്ങൾ when പറയുമ്പോൾ, you say I'm fed up, കർത്താവേ മതി എന്ന് നിങ്ങൾ പറയുമ്പോൾ, when you say Lord, I want to touch you and taste you and I want to see the Spirit of കർത്താവേ God in നിന്നെ ഞാൻ action, രുചിക്കണമെന്ന് ഞാൻ കാര്യമായി പറയുമ്പോൾ, when you say I want to see the Spirit of God in action in my life, പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് കാണണമെന്ന് നിങ്ങൾ പറയുമ്പോൾ, when you say Lord, I'm fed up, കർത്താവേ മതി എന്ന് നിങ്ങൾ പറയുമ്പോൾ, when you say Lord, I want transformation, കർത്താവേ ഒരു പൂർണ്ണമായ നവീകരണം എനിക്ക് വേണമെന്ന് നിങ്ങൾ പറയുമ്പോൾ